ഇര തേടി വരുന്ന പുലി കെണി തേടി വരില്ല. അതിന് അവിടെ പുലിയുടെ മടയില് പോയി കൊല്ലണം. അതാ കാടിന്റെ നിയമം. അണ്ണാ പുലി ഇപ്പം വരൂ. പുലി ഇപ്പം വരും, കാണാൻ. പുലി വന്ന് പേമാട് നാരങ്ങ ഉണ്ടാടി. പേമാർക്ക് നാരങ്ങളും പേടി. എണീക്കടെല്ലാങ്ങളും ഈടെ സമയം ഇവിടെ വന്നിങ്ങനെ ഇരുന്നോളും. വീട്ടിൽ പോയിരുന്നു വല്ലതും പഠിച്ചേ. ചെല്ല്. അമ്മയോട് പറഞ്ഞു ചേച്ചി കണ്ടിട്ട് പോയാ പോരെ. കണ്ടിട്ട് പോയാ പോരെ. നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല അല്ലേ? ഏത് നേരം ഉച്ച കഴിഞ്ഞ് വണ്ടി ഓടാൻ പോകാന്ന് വിചാരിച്ചാൽ മോളെ. ഇനിയിപ്പോ ഞാൻ പോകില്ല. ഉള്ള മൂടും കളഞ്ഞവള്. ഇത്തിരി വെള്ളം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തില്ല അല്ലേ? ജയമളെ പൈപ്പ് വെള്ളമില്ലായിരുന്നു. പിന്നെ എങ്ങനെ എടുത്തു വയ്ക്കും? പൊടി പൊടി. അല്ല, നിനക്കിപ്പം തന്നെ പ്രശ്നം. നീ പറഞ്ഞ മുമ്പ് പടം ഇട്ട് അത്രേ ഉള്ളൂ. ബാ, നമുക്ക് ഒരുമിച്ച് വന്ന് കാണാം. ബാ. കൊച്ചിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ടില്ല ടി വി കാണിക്കരുന്ന്. പിന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തെ? എന്നോട് പറഞ്ഞില്ല ടി വി കണ്ടിരുന്ന. പൊട്ടക്കണ്ണി ആവട്ടെ, അപ്പൊ പൊക്കിക്കൊണ്ട് നടന്നോളൂല്ലോ. മോളകത്തു ജയമളെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞു കൊച്ചു നിൽക്കുന്ന ആവശ്യമില്ല കാര്യം സംസാരിക്കരുത്. പിന്നെ ഞാൻ എന്തോ വേണം? രാവിലെ വണ്ടി വിടാൻ പോയാൽ മതി. എന്താ മോളെ? അപ്പം സിഗരറ്റ് വലിച്ചോ? അപ്പൊ സിഗരറ്റ് വലിച്ചില്ല. ഞാൻ കണ്ടല്ലോ. ഇല്ലടി തക്കുടു, അപ്പൊ സിഗരറ്റ് വലിച്ചില്ല. എന്തു പറ്റി? കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാ മോൾക്കൊന്നും കാണാൻ പറ്റാതാവോ അപ്പ? ഇല്ല, മോളുടെ അമ്മയ്ക്ക് വട്ട. അവള് ചുമ്മാ അറിഞ്ഞതാ. ചിന്നുവിന്റെ അമ്മ പറയുന്ന കേട്ടല്ലോ. അവര് മോളെ പറ്റിക്കാൻ പറയുന്ന മോളെ. അപ്പ കണ്ണിന് ഓപ്പറേഷന് മുന്നേ എനിക്ക് വിജയനെ ഒന്ന് കാണാൻ പറ്റുമോ അപ്പ? പറ്റും. അപ്പം കൊണ്ട് കാണിച്ചില്ല വിജയണ്ണ. കേട്ടാ? വിഷമിക്കല്ലേ കേട്ടാ? നോട്ടൊന്നും പോയില്ലടേ. ഇല്ലടാ, പോവാൻ പോടാ. ജെനിഫർ വാ പോ. ഡാൻസ് കളിച്ചിട്ട് കേട്ടാ. വീട്ടിൽ നേരിട്ട് അപ്പഴൊരു ഉമ്മ വന്നേ. പല്ലേച്ചാ എനിക്ക് മാമ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് മോൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചോടാ. നീ പറയണോടെ. എനിക്ക് വരുമ്പോ രണ്ടൊരു പാലും കൂടെ വാങ്ങിച്ചോ. ജയമോൾ ഇവിടെ മുട്ടം കലിപ്പില്ല. അതിനുള്ള ബഡ്ജറ്റ് എന്റെ കയ്യിലില്ല. എനിക്ക് ഒരു വാങ്ങിച്ചോ ആടേ. അതിൽ 5 പൈസ ഇല്ല. പോയിട്ട് മക്കളെ, പോയി നല്ല നൃത്തമായിട്ട് വാ. എന്നിട്ട് അമ്മയ്ക്ക് നൃത്തം പഠിപ്പിച്ചോളൂ. പോ. What do you want? അല്ല, ഡാൻസ് ക്ലാസ്. ഇവിടെ ആട്ടമെല്ലാം നിർത്തി. ഫിനിഷ്ഡ്. ഒരൊറ്റ ലോക്കൽസും ഇവിടെ ഇങ്ങോട്ട് കയറി വരണ്ട കേട്ടോ. അല്ല, ഞാൻ എടാ, എന്റെ മോളും നീയും കൂടെ ഉള്ള കണക്ഷൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. യു ഷുഡ് നെവർ മീറ്റ് ഹർ അഗൈൻ എവർ. അണ്ടർസ്റ്റാൻഡ്? സാറേ, എനിക്കൊന്ന് ദീപയെ കാണാൻ പറ്റുമോ? Hey mister, what do you think of yourself, huh? നിനക്കൊരു ജോലി ഉണ്ടോ? എടാ, ആ ഗേറ്റിൽ നിൽക്കുന്ന എന്റെ സെക്യൂരിറ്റിക്കാരൻ ഞാൻ കൊടുക്കുന്ന ശമ്പളം നിന്റെ അച്ഛൻ അത്രയും സാലറി ഉണ്ടോടാ? ആ ഔട്ട് ഹൗസിന്റെ അത്രയെങ്കിലും ഉണ്ടോ നിന്റെ വീട്? So just get out of my house or I call the police, okay? Go! അത് കഴിക്കുന്നേമാ. അപ്പൊ ടീച്ചർ സൈമനായിട്ട് കല്യാണം നടക്കൂലേ? പക്ഷെ ഈ പോക്ക് പോയ കാര്യം നടക്കൂല.
പഠിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി മേടിക്കണം. നോക്കാം. ഹലോ സൈമൺ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോൾ കോളനിയിലുണ്ട്. ഞാനിപ്പോ ടീ ബ്രേക്കിന് മുമ്പിലുണ്ട്. പെട്ടെന്നൊന്ന് വരുമോ? ആണോ? വരാം. ശരി. ടീച്ചർ മോള് നേരെ വീട്ടിലോട്ട് പോക്കോ, ഞാൻ അങ്ങോട്ട് വരാം. ഓൾ ദി ബെസ്റ്റ്. എന്തിനാ? ചുമ്മാ വച്ചോ. ആഹാ, എന്നാ വേട്ടക്കാരിലെ ഡയലോഗ് എന്ന് പറഞ്ഞേ. ഉങ്ങൾക്കെല്ലാം പോലീസുകാരൻ പറ്റാതടാ. ആ വേറെ 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 വേട്ടക്കാരൻ താടാ വേണോ? അപ്പൊ ഓക്കെ. ഓക്കെ. ശരി, ബൈ ബൈ. ബൈ ബൈ. അപ്പൊ വീട്ടിലോട്ട് പോക്കോ. ഡാ തക്കിടു, ഇന്ന് സ്കൂളിൽ പോയില്ലേടാ? എനിക്ക് പനിയാടി. സൈമ, എനിക്കിനി വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ കൂടെ വരാം. അത് വേണോ? നമുക്കൊരു ചായ കുടിച്ചാലോ? കയ്യിൽ കാശുണ്ടല്ലോ അല്ലേ? എല്ലാം പോയി. The sea, the ship, all gone. നിങ്ങൾ അവൾക്കൊരു സ്വസ്ഥതയും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവൾ ഇറങ്ങി പോയത്. അപ്പൊ നീയോ? എടി പെൺകൊച്ചുങ്ങളെ അവരെ അമ്മയാണ് നോക്കേണ്ടത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. അതുകൊണ്ട് എല്ലാം നടന്നത്. സാറേ, എൻ്റെ വീട്ടിൽ സെക്യൂരിറ്റിക്കാരനൊന്നുമില്ല. എൻ്റെ അപ്പനൊരു സാധാ പോലീസുകാരന്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ദീപ എൻ്റെ കൂടെ ഇറങ്ങി വന്നത്. ഒരു പെണ്ണിറങ്ങിപ്പോയ ആ വീട്ടിലുള്ളവരുടെ വിഷമം എനിക്ക് മനസ്സിലാവും. കാരണം ഇതേപോലെ ഒരെണ്ണം എൻ്റെയും വീട്ടിലുണ്ട്. ഒരു ജോലിയൊക്കെ മേടിച്ചിട്ട് ഞാൻ എൻ്റെ അപ്പനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അപ്പം സാർ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ സാറേ, ഒരു മിനിറ്റ്. സാറേ, ഞാനൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആയി എടുക്കൊന്നും വേണ്ട. സീരിയസ് ആയിട്ട് എടുത്താൽ മതി. എങ്ങാനും സാർ ഇടിപിടിയുന്ന അവളെ വേറെ ആരെ കൊണ്ടേലും കെട്ടിക്കാൻ നോക്കിയാണ്, ഉറപ്പായിട്ടും ഞാൻ അവളെ വന്ന് പൊക്കിക്കൊണ്ടുപോകും. അപ്പൊ സാറൊന്ന് ആലോചിക്കും. പോട്ടെ സാർ. സാറേ, ആ സെക്യൂരിറ്റിക്കാരൻ എത്ര ശമ്പളം? 12,000. എൻ്റെ അപ്പനെ 10-35,000 രൂപ ശമ്പളം ഉണ്ട് കേട്ടോ.